എൻ്റെ പേര് ടിജി. ഇതെൻ്റെ ഹസ്ബൻഡ് ലിനു. ഇത് ഞങ്ങളുടെ മോൾ അനുഗ്രഹ. ഞങ്ങൾ ചമ്പക്കുളത്തു നിന്ന് വരുന്നു. ഞങ്ങൾ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലെ ഇടവകങ്ങളാണ്. മോക്ക് അനുഗ്രഹ എന്ന് പേരിടാൻ തന്നെ കാരണം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കുണ്ടായ മകളാണിത്. ഞങ്ങൾക്ക് 9 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾക്ക് 3 തവണ പ്രഗ്നൻ്റ് ആവുകയും ഫ്ലൂയിഡ് ലീക്കായി അത് അബോർഷനാവുകയും ചെയ്തു. അതിനുശേഷം 2023 ഞാൻ ഉടമ്പടി അതിനു മുമ്പ് ഓൺലൈനിൽ എടുത്തിരുന്നു. 2003 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഫെബ്രുവരി 2025 ഫെബ്രുവരി 22 ഒരാരോഗ്യമുള്ള ഒരു മകളെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നൊരു സാക്ഷ്യം എന്ന് പറയാൻ, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ പ്രഗ്നൻസിയുടെ ഭാഗമായി ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ നിന്ന് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ വീണ്ടും അബോർഷനായതിനു ശേഷം എൻ്റെ വിസ ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റി. പക്ഷേ ഹസ്ബൻഡിൻ്റെ വിസ അന്നേരം ക്യാൻസൽ അടിച്ചാണ് ഹസ്ബൻഡ് വന്നത്. ഞാൻ തിരിച്ചു ചെന്നതിന് ശേഷം ഹസ്ബൻഡിന് വിസിറ്റിംഗ് വിസ എടുത്ത് ഹസ്ബൻഡിനെ അവിടെ കൊണ്ടുപോയി ജോലി നോക്കാമെന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനെ അവിടെ കൊണ്ടുപോയും. പക്ഷേ ഹസ്ബൻഡ് വന്ന ആഴ്ച തന്നെ അവിടുത്തെ നിയമം മാറുകയും വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം വരികയും ചെയ്തു. പക്ഷേ ഞങ്ങൾ ഉടമ്പടി മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ ഹസ്ബൻഡിന് വരികയും ആ മുതലാളി നാട്ടിൽ പോയിട്ട് മുതലാളി വിസ അയച്ചു തരാമെന്നുള്ള എഗ്രിമെൻറ്റിൽ ഹസ്ബൻഡിനെ തിരിച്ച് നാട്ടിലോട്ട് വിടുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ തന്നെ ആ കമ്പനി ഹസ്ബൻഡിന് വിസ നൽകി. ഹസ്ബൻഡും തിരിച്ച് ഗൾഫിലോട്ട് തന്നെ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ടിടയായി. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ആര് തന്നെ സഹായം അഭ്യർത്ഥിച്ചാലും അത് പൈസയാണെങ്കിലും മറ്റേത് സഹായങ്ങളാണെങ്കിലും ഞങ്ങൾ ഒരു മടിയും കൂടാതെ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനാഥാലയങ്ങളിലാണെങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അനാഥാലയങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. ഞങ്ങളോട് പലരും IVF ചെയ്യണം എന്ന് നിങ്ങളുടെ പൈസ ഇല്ലേ, IVF ചെയ്തുകൂടെ, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളവരല്ലേ, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഡിലേ ചെയ്യുന്നതെന്ന് പലരും ഞങ്ങളോട് ചോദിച്ചു. പലരും അപമാനിച്ചിട്ട് വരെയുണ്ട് ഇത്ര നാളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്. പക്ഷേ ഞങ്ങൾ 2 പേരും ഉറച്ചു നിന്നു. IVF ഞങ്ങൾ ചെയ്യുകയില്ല. അഥവാ ഞങ്ങൾക്കൊരു കുഞ്ഞു തരികയാണെങ്കിൽ അത് മാതാവിൻ്റെ ഒരു അത്ഭുതമായി തന്നെ ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ഇടവരുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വിശുദ്ധ ഉപ്പും ഞങ്ങൾ ഡെയിലി ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ അടിവയറ്റിൽ വിശുദ്ധ തൈലം പൂശി എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ 4ാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു സെർവിക്കൽ സ്റ്റിച്ച് ഇടണമെന്ന്. അതിൻ്റെ ഫലമായി ഞങ്ങൾ വീണ്ടും ജോലി ഉപേക്ഷിച്ച് ഇവിടെ വരികയും ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ വിരലിൽ സൈത്ത് തരികയും അത് ഞാൻ എൻ്റെ അടിവയറ്റിൽ പുരട്ടുകയും ചെയ്തു. വെഞ്ചരിച്ച കാശുരൂപം നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത്രയും അനുഗ്രഹം നൽകിയ ദിവ്യകുമാരനും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവിൻ്റെ വലിയ ഒരു വാഗ്ദാനമാണ് യെശയ്യാ പ്രവാചകനിലൂടെ ടിജിയുടെയും ലിനുവിൻ്റെയും ജീവിതത്തിൽ നിറവേറിയിരിക്കുന്നത്. 9 വർഷക്കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വളരെയധികം വേദനിച്ചിരുന്ന സമയത്തും ദൈവം നൽകുന്നൊരു കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹമായി സ്വീകരിക്കുമെന്ന് ഉറച്ചു നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച മക്കളുടെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. 3 പ്രാവശ്യം അവരുടെ കുഞ്ഞുങ്ങൾ
അബോർട്ടഡായി പോയിരുന്നുവെങ്കിലും അവർക്ക് മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും വേദനിപ്പിക്കലും തിരസ്കരണവും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവർ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം നൽകുന്ന ആ സമയത്ത് തന്നെ സന്തോഷത്തോടെ ഞങ്ങൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവർക്ക് സക്സസ് ആകാൻ സാധിച്ചുവെന്നാണ് ഈ സാക്ഷ്യമേറ്റ് പറയുന്നത്. അതുപോലെ തന്നെ അവർ കുഞ്ഞിനെ അനുഗ്രഹ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അനുഗ്രഹമായി അവർക്ക് ലഭിച്ച കുഞ്ഞിനെ അനുഗ്രഹ എന്ന് തന്നെ അവർ വിളിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 9 വർഷം അബ്രാഹത്തിൻ്റെയും മറ്റു പലരുടെയും എല്ലാം കഥകൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചെടുക്കുന്നത് പോലെ 9 വർഷക്കാലം ഒരു വലിയ സമയമാണ്. ഉടമ്പടിയെടുത്ത് അവർ ശക്തമായി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് അവർക്ക് കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്ത് അവർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് അവർക്ക് അനുഗ്രഹ എന്ന ഒരു കുഞ്ഞുമോളെ ദൈവം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിനു ഹസ്ബൻഡ് വിസിറ്റിംഗ് വിസയിലാണ് അവിടേക്ക് പോയത്. പക്ഷേ അവരവിടെ ചെന്നപ്പോൾ ഒരു ഉടമ്പടിയിൽ തന്നെയായിരുന്നു. അവരവിടെ ചെന്നപ്പോൾ അവിടുത്തെ നിയമം തന്നെ മാറുകയായിരുന്നു. വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് വർക്ക് ചെയ്യാമെന്നുള്ള ഒരു നിയമം നിലവിൽ വന്നു. ഷെയ്ഖ് തന്നെ അദ്ദേഹത്തിന് വിസ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിന് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. നമ്മൾ ആഗ്രഹിക്കുന്നതും അതിലപ്പുറവും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ ഈശോയെ എപ്പോഴും നിരന്തരം സ്നേഹിക്കും. ഈശോ ഒന്ന് മാത്രമാണ് നമ്മോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഒരു സ്നേഹത്തിൽ നിലനിൽക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന് ഈ സാക്ഷ്യം പറയുന്നത്. ഈശോ പറയുന്നതും അമ്മ പറയുന്നതും ഒന്ന് തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ദിവ്യബലിയിലൂടെ നാം അർപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ ദിവ്യബലിയിലേക്ക് വരുമ്പോൾ നമ്മോട് പറയുന്നത് കുർബാന കാണുവിൻ എന്നല്ല, ബലി അർപ്പിക്കുവിനെന്നാണ്. അതുപോലെ ഇവർ വളരെ വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഉടമ്പടി അവർക്കൊരു അനുഗ്രഹമായി. ടിജിക്കും ലിനുവിനും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ നിയോഗങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.